أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا فتحت يوجوج وموجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. إنكم وما تعبدون من دون الله حسب جهنم أنتم لها واردون. لو كان هؤلاء آلهة ما وردوها وكل فيها خالدون. لهم فيها زفير وهم فيها لا يسمعون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ അംബിയ അഥവാ പ്രവാചകന്മാർ എന്ന ഈ അധ്യായത്തിലെ 96 മുതൽ 100 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حتى إذا فتحت يوجوج وموجوج وهم من كل حدب ينسلون. അങ്ങനെ യൗജൂജ് മൗജൂജ് വിഭാഗങ്ങളെ തുറന്നു വിടപ്പെടുകയും അവരെല്ലാ കുന്നുകളിൽ നിന്നും കുതിച്ചിറങ്ങി വരികയും ചെയ്യുമ്പോൾ, ഹത്താ ഇദാ ഫുതിഹത്ത് തുറന്നു വിടപ്പെടുമ്പോൾ, യൗജൂജു വ മൗജൂജു യൗജൂജ് മൗജൂജ് വിഭാഗങ്ങളെ, ഗോഗ് മാഗോഗ് വിഭാഗങ്ങളെ, വഹും അവരാകട്ടെ മിൻ കുല്ലി ഹദബിൻ എല്ലാ മലമുകളിൽ നിന്നും എല്ലാ കുന്നുകളിൽ നിന്നും യൻസിലൂൻ കുതിച്ച് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ, വഖ്തറബൽ വഅദുൽ ഹഖ് ആ സത്യസന്ധമായ വാഗ്ദാനം അത് ആസന്നമാവുകയും ചെയ്യുമ്പോൾ, വഖ്തറബൽ വഅദു വാഗ്ദത്തം അടുത്തെത്തുമ്പോൾ, അൽ ഹഖ് യഥാർത്ഥമായ, ഫൈദാഹിയ അപ്പോഴതാ ഷാഹിസത്തുൻ അബ്സ്വാറുല്ലദീന കഫറു സത്യനിഷേധികളുടെ ആളുകളുടെ കണ്ണുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. സത്യനിഷേധികളുടെ ആളുകളുടെ കണ്ണുകൾ അടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഇമവെട്ടാൻ സാധിക്കാതെ വരുന്നു. എന്നിട്ട് അവർ പറയാണ്, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദ, ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അശ്രദ്ധയിലായിപ്പോയല്ലോ, ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അശ്രദ്ധരായിപ്പോയല്ലോ എന്നവർ പറയും. ബൽ കുന്നാ ളാലിമീൻ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ അക്രമികളാവുകയും ചെയ്തു പോയല്ലോ, ഞങ്ങൾ അക്രമികളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്തു പോയല്ലോ എന്നവർ പറയും. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളും, നിങ്ങളും നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വിഭാഗങ്ങളും, ഹസബു ജഹന്നം നരകത്തിലെ വിറകാണ്, നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനമാണ്. അംതും ലഹാ വാരിദൂൻ നിങ്ങൾ അതിലേക്ക് വരുന്നവരുമാണ്, നിങ്ങൾ അതിൽ വരുന്നവരാണ് അല്ലെങ്കിൽ അതിൽ പ്രവേശിക്കുന്നവരാണ്. ലൗകാന ഹഉലായി ആലിഹത്തുൻ ഇവരെങ്ങാനും ദൈവങ്ങളായിരുന്നുവെങ്കിൽ, ഈ ആരാധിക്കപ്പെടുന്ന വസ്തു അവയെങ്ങാനും ദൈവങ്ങളായിരുന്നുവെങ്കിൽ മാ വറദുഹ അതിനടുത്ത് അവരെത്തുമായിരുന്നില്ല, അതിൽ അവർ വരുമായിരുന്നില്ല.
വക്കുല്ലുൻ ഫിഹ ഖാലിദുൻ, അവരെല്ലാവരും തന്നെ അതിൽ, കുല്ലും ഫിഹ എല്ലാവരും അതിൽ, ഖാലിദുൻ നിത്യവാസികളുമാണ്. എല്ലാവരും അവരെല്ലാവരും തന്നെ അതിൽ നിത്യവാസികളും ആയിരിക്കും. ലഹും ഫിഹ സഫീറുൻ, അതിൽ അവരിൽ നിന്ന് ഒരു ശബ്ദം, ഒരു നേർത്ത ശബ്ദം, ഒരു തേങ്ങൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വഹും അവരാകട്ടെ ഫിഹ അതിൽ ലാ യസ്മഊൻ ഒന്നും കേൾക്കുകയും നല്ലതൊന്നും കേൾക്കുകയും ചെയ്യില്ല. അവരതിലൊരു ഒരു തരത്തിലുള്ള ഒരു തേങ്ങലിൻ്റെ ശബ്ദം മാത്രമല്ലാതെ മറ്റൊന്നും തന്നെ അവർക്കതിൽ കേൾക്കാനും സാധ്യമാവില്ല. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രമിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുള്ള സമൂഹം, അവരെല്ലാവരും പരലോകത്ത് എത്തും എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യത്തെ സമുദായത്തെയാണ് പിന്നെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു നശിപ്പിച്ച സമുദായങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്ത് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ ആദ്യം എത്തുന്ന സമൂഹം ഹത്തായിദ ഫുത്തിഹത്ത് യൗജൂജു മൗജൂജ്, യൗജൂജും മൗജൂജും ഗോഗ് മാഗോഗ് വിഭാഗം അവരെ തുറന്നു വിടപ്പെടുമ്പോൾ സൂറത്തുൽ കഹ്ഫിൽ ആ കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദുൽഖർനൈനി അവിടെയുള്ള ഒരു വിഭാഗം ഗ്രാഹ്യമല്ലാതെ സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് യൗജൂജ് മൗജൂദിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് പറയുകയും എന്നോട് വലിയൊരു മതിൽ അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് വംശജനായ അലക്സാണ്ടർ ദി ഗ്രേറ്റാണ് ദുൽഖർനൈനി എന്നും അതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചയച്ച മറ്റേതോ വലിയ ചക്രവർത്തിയാണ് എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ദുൽഖർനൈനി അദ്ദേഹം പണിതു കൊടുത്ത ആ ഒരു വലിയ കെട്ടിനുള്ളിലാണ് ഗോഗ് മാഗോഗ് യൗജൂജ് മൗജൂജ് വിഭാഗമുള്ളത്. അവർ ലോകത്തെമ്പാടുമുള്ള നിഷേധികളുടെ ഒരു കൂട്ടമാണ് എന്നും ആ ഒരു ബന്ധനത്തിൽ അവരങ്ങനെ കഴിയുകയാണ് എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ലോകാവസാനം വരുമ്പോൾ ആദ്യമായി അവരെയാണ് തുറന്നു വിടപ്പെടുന്നത്. തുർക്കിയിലുള്ള ഒരു വിഭാഗമാണ് എന്നും അതല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രമികളുടെ ജനക്കൂട്ടമാണ് എന്നുമൊക്കെ യൗജൂജ് മൗജൂദിനെ സൂചിച്ച അഭിപ്രായമുണ്ട്. ആ യൗജൂജ് മൗജൂദ് ഗോഗ് മാഗോഗ് വിഭാഗങ്ങൾ അവരെ തുറന്നു വിട്ടാൽ പിന്നീട് അവർ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. കണ്ണിൽ കണ്ടത് മുഴുവൻ നശിപ്പിക്കുകയാണ്. ജലാശയങ്ങളിലൊക്കെ വെള്ളം ഒന്നായിട്ട് കുടിച്ച് തീർക്കുകയാണ്. അങ്ങനെ അക്രമാസക്തരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നവർ മക്കയും മദീനയും അതുപോലെ തന്നെ ജെറൂസലേമും മാത്രം അവർ അങ്ങോട്ട് കടക്കില്ല എന്നും മറ്റെല്ലാ സ്ഥലത്തും അവരുടെ അക്രമം വ്യാപകമാകുമെന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ പുഴുക്കളെ വിട്ടുകൊണ്ട് ഈ വിഭാഗത്തെ കൊന്നു തീർക്കുന്നതായും ചരിത്രം വ്യാഖ്യാനിക്കുന്നവർ പറയുന്നുണ്ട്. ഏതായാലും ആ ജനവിഭാഗം യൗജൂജ് മൗജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ മലകളിൽ നിന്നും അവർ വളരെ വേഗത്തിൽ ഓടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അവരെല്ലാ കുന്നുകളിൽ നിന്നും കുന്നിറങ്ങി കുതിച്ച് ഓടി വരും. വഖ്തറബൽ വഅദുൽ ഹഖ്, ആ വരുന്നതോടു കൂടി തന്നെ സത്യമായ വാഗ്ദാനം ആസന്നമാവുകയാണ്. ഈ ലോകത്തിൻ്റെ അവസാനം അതോടുകൂടി ആരംഭിക്കുകയാണ്, ലോകാവസാനം ആരംഭിക്കുകയാണ്. ആ ലോകാവസാനം വരുന്ന സമയത്ത് ഫൈദാഹിയ ഷാഹിസറ്റിന് അബ്സാറുള്ളദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ കണ്ണിമ വെട്ടാൻ കഴിയാതെ കണ്ണ് പുറത്തേക്ക് തള്ളി അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഒരു അവസാനമുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അവരിത് കാണുമ്പോൾ വല്ലാതെ ഞെട്ടൊന്നുമില്ല. പക്ഷേ നിഷേധികളായ ആളുകൾ കണ്ണ് പുറത്തോക്ക് തള്ളിപ്പോകും.
എന്നിട്ട് അവർ പറയും ചെയ്യും, യാ വൈലന ഖദ് കുന്ന ഫി ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അത്രയൊന്നും കരുതിയിട്ടില്ലല്ലോ, ഞങ്ങൾ അതിൻ്റെ ഗഫ്ലത്തിലായിപ്പോയല്ലോ, അശ്രദ്ധയിലായിപ്പോയല്ലോ. ബൽ കുന്ന ളാലിമീൻ, എന്നാൽ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു പോയല്ലോ, ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ എന്നവർ വിലപിക്കും. കാരണം ഞങ്ങൾക്കിത് നടക്കുമെന്ന് അങ്ങനെ ഒരു ചിന്തയും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നവർ വിലപിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലെ വിറകാണ്. ഹസബു എന്നുള്ളത് ഹത്തബു എന്നും ഒരു ഖിറാഅത്തുണ്ട്. ഏതായാലും സത്യനിഷേധികളായാലും നിങ്ങളും അഥവാ ഈ സംബോധിതരായ ആളുകളും നരകത്തിലെ വിറകായി കത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അംതുൻ ലഹാ വാരിദൂൻ, നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ഈ അക്രമികളായ ആളുകൾ ഇവിടെ വെച്ച് വിലപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും, അവരതിനുള്ളിൽ കടക്കും. എന്നിട്ട് അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെ നിജസ്ഥിതി, അവയുടെ അവസ്ഥ വെളിവാക്കാണ്. ലൗകാന ഹാഉലായി ആലിഹത്തുൻ മാ വറദൂഹ, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിഭാഗം ആളുകൾ, ഇവർ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവരതിലേക്ക് പ്രവേശിക്കുമായിരുന്നില്ല. ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കഴിവ് അവർക്കുണ്ടെങ്കിൽ അവർ ഈ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കഴിവ്, ദൈവത്തിൻ്റെ ഒരു കഴിവ് ഈ പറഞ്ഞ ആളുകൾക്കുണ്ടെങ്കിൽ, ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കല്ലിൻ്റെ മുമ്പിൽ കുമ്പിട്ടതുകൊണ്ട് ആയില്ലല്ലോ. അവ എന്ത് ചെയ്യുന്നു? മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുണം ചെയ്യുകയോ മനുഷ്യന് എന്തെങ്കിലും ദോഷം വരുത്തുകയോ, അവരെ ആരാധിച്ചില്ലെങ്കിൽ ദോഷം വരുത്തുകയോ ചെയ്യാൻ കഴിവുള്ളവയാണോ ഇവ എന്ന് ആലോചിക്കുക. അപ്പോൾ ആ ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൽ പ്രവേശിക്കുന്നത്. വക്കുല്ലും ഫീഹാ ഖാലിദൂൻ, അവരെല്ലാവരും അതിൽ തന്നെ, അവരും ഈ ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരും എല്ലാവരും തന്നെ അതിനുള്ളിൽ തന്നെ, ആ നരകത്തിനുള്ളിൽ എല്ലാ കാലവും കടക്കുക തന്നെ ചെയ്യും. ലഹും ഫീഹാ സഫീറുൻ, അതിനുള്ളിൽ നിന്ന് ആകെ കേൾക്കുക ഒരു തേങ്ങൽ മാത്രമാണ്. ആ ഒരു വിലാപം, ആ ഒരു ഗദ്ഗതം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഏങ്ങൽ, അത് മാത്രമേ അവിടെ നിന്ന് കേൾക്കുള്ളൂ. അതേപോലെ തന്നെ നരകത്തിനുള്ളിൽ മറ്റെന്തെങ്കിലും നല്ല സംസാരങ്ങൾ കേൾക്കുമോ? അതുമില്ല. വഹും ഫീഹാ ലാ യസ്മഊൻ, അവിടെ ഒന്നും കേൾക്കൂല. അവിടെ ആരുടെയും പരിഭവം കേൾക്കാൻ അവിടെ സൗകര്യമില്ല. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള അവസ്ഥയും അവിടെ ഇല്ല. ആ ഒരു കരച്ചിൽ മാത്രം അവിടെ നിന്ന് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതല്ലാതെ ഒന്നുമില്ല. മാത്രമല്ല ഖാലിദീൻ, അവരവരിൽ ശാശ്വതരുമാണ്, എല്ലാ കാലവും അവിടെ തന്നെ കഴിയുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തു കൊടുക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഒരു നരകത്തിൽ നമ്മൾ പെടാതെ സൂക്ഷിക്കണം. അതിന് നമ്മോട് കഴിയുന്ന വിധത്തിൽ നാം ആരാധനാക്രമങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട്, അള്ളാഹുവോട് തൗബ ചെയ്തുകൊണ്ട്, ചെയ്തു പോയ എന്തെങ്കിലും അപരാധങ്ങളുടെ നിലയിൽ അള്ളാഹുവോട് തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക. റമദാൻ, പരിശുദ്ധ റമദാൻ സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ ഒന്നുകൂടി അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പ്രകാരം ഭയപ്പെട്ടുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ കൂടുതലായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവോട് അടുക്കുക. റബ്ബ് നമ്മെല്ലാം സഹായിക്കട്ടെ. നമ്മളിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.